ഇസ്രയേൽ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ്. തങ്ങൾക്ക് മറച്ചുവെക്കാനായി ഒന്നുമില്ല. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ ചെയ്തിരിക്കുന്ന പലതരം പ്രവർത്തികളുടെ ഉത്തരവാദിത്തം അതിനെ ആരോപണമായി വേണ്ട, തങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നു. തുറന്നു പറയുന്നതിന് യാതൊരുവിധ മടിയുമില്ല. അതിന് മുന്നറിയിപ്പായി തന്നെ ഒരു പ്രഖ്യാപനം കൂടി നടത്തുന്നു. യമനിലെ ഹൂതി വിമതരുടെ തലയറുക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അത് ഞങ്ങൾ ഉറപ്പായും ചെയ്തിരിക്കുമെന്ന് തന്നെയാണ് തുറന്നു പറയുന്നത്. ഹമാസ് തലവനെ ഇറാനിൽ കടന്ന് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയത് ഇതൊക്കെ തന്നെ തങ്ങളാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ലോക ജനതയോട് തന്നെ അന്ത്യശാസനം മുഴക്കുകയാണ്. തങ്ങൾക്ക് നേരെ ഇനിയൊരു ആക്രമണം ആരെങ്കിലും നടത്തിയാൽ, ജൂതരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാലത്തും ഒരു തരത്തിലും തങ്ങൾ ക്ഷമിക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിൻ്റെ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇതോടുകൂടി തന്നെയാണ് ഇസ്രയേൽ അങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് തന്നെ പരസ്യമായി ഇത് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം സൈനിക ഉദ്യോഗസ്ഥരെ ആദരിച്ചുകൊണ്ട് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ആ ചടങ്ങിൽ വെച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ലോകത്തോട് നടത്തിയിരിക്കുന്നത്. ഹമാസിന് മാത്രമല്ല, ഹിസ്ബുള്ള നേതാക്കളെ വകവരുത്തിയതും സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ താഴെയിറക്കാനായി എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തതും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തതുമൊക്കെ തന്നെ മറ്റാരുമല്ല, അത് തങ്ങൾ തന്നെയാണെന്നും ഇസ്രയേൽ കാറ്റ്സ് എടുത്തു പറയുന്നു. അതിലിനി സംശയങ്ങളും അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും ഒന്നും തന്നെ ഉയർന്നു കേൾക്കേണ്ടതില്ല. തങ്ങൾ തന്നെയുള്ളത് തലയെടുപ്പോടെ തന്നെ പറഞ്ഞിരിക്കുന്നു. യമനിലെ ഹൂതി വിമതർക്കും കടുത്ത തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നാളെ അനുഭവിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഹൂതികൾക്കെതിരെ അതിശക്തമായ ആക്രമണം തന്നെ ആയിരിക്കും നടത്തുക. അവരുടെ നേതൃത്വത്തിൻ്റെ തലയെറുക്കും. ഹിസ്ബുള്ളയുടെ ഗതി എന്താണെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. പറയാനൊരു നേതാവ് പോലുമില്ലാതെ ഹിസ്ബുള്ള വഴിയാധാരമായതുപോലെ തന്നെ ഹൂതികളുടെ അവസ്ഥയും അതുപോലെ ആയിരിക്കും. ഇസ്മയിൽ ഹനിയ, യഹ്യ സിൻവർ, ഹസൻ നസ്രുള്ള എന്നിവരെയൊക്കെ തന്നെ ടെഹ്റാൻ, ഗാസ, ലെബനൻ എന്നിവിടങ്ങളിൽ പോയി തങ്ങൾ ചെയ്തതെന്താണോ അതുപോലെ തന്നെ ഞങ്ങൾ ഹുദൈദയിലും സനയിലും ഒക്കെ തന്നെ ചെയ്യുമെന്ന മുന്നറിയിപ്പാണ്. യമനിൽ കടന്നാക്രമണം നടത്തുമെന്നും വ്യോമമേഖല തങ്ങളുടെ ഒരു കേന്ദ്രമാക്കി മാറ്റുമെന്നുമുള്ള താക്കീതാണ് നൽകുന്നത്. ഇസ്രയേലിനെതിരെ ഉയർത്തുന്ന ആരുടെയും കൈ അത് വെട്ടിമാറ്റപ്പെടും.